നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. 101 വോട്ടുകൾക്കാണ് തിരുവഞ്ചൂർ തിരഞ്ഞെടുക്കപ്പെട്ടത്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 സ്ഥാനാർത്ഥികൾ സ്പീക്കർ തിരഞ്ഞെടുത്തു. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര. വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി ഓച്ചിറ. ദേശീയപാത നിർമ്മാണം നിലച്ചതും ദീർഘവീക്ഷണമില്ലായ്മയുമാണ് പ്രതിസന്ധിക്ക് കാരണം. സർവീസ് റോഡുകൾ പൂർത്തീകരിക്കണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 101 വോട്ടുകൾക്കാണ് തിരുവഞ്ചൂർ തിരഞ്ഞെടുക്കപ്പെട്ടത്. 35 അംഗങ്ങൾ AC മൊയ്തീനെയും 3 പേർ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ശ്രീ BB ഗോപകുമാർ 3 വോട്ട്, ശ്രീ AC മൊയ്തീൻ 35 വോട്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും കിട്ടി. കോട്ടയം സ്പീക്കർ വോട്ട് ചെയ്തില്ല. കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 101 വോട്ടുകൾക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 35 അംഗങ്ങൾ AC മൊയ്തീനെയും 3 പേർ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. 139 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രോടൈം സ്പീക്കറായതിനാൽ G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂരിനെ സ്പീക്കർ കസേരയിലേക്ക് ആനയിച്ചു. CPMന്റെ AC മൊയ്തീനും BJPയുടെ BB ഗോപകുമാറുമായിരുന്നു LDFനും NDAയ്ക്കും വേണ്ടി മത്സരിച്ചത്. സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചുവെന്നതും പ്രത്യേകതയായിരുന്നു. 16ാം കേരള നിയമസഭയുടെ അധ്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്ത ഈ മഹത്തായ സഭയോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എൻ്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ. സഭയിലെ മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLAയുമായ G സുധാകരനായിരുന്നു സഭയുടെ പ്രോടൈം സ്പീക്കർ. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 4 പത്രികകളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോഴുണ്ടാകുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. KSRTCക്ക് ആകെ 5280 ബസ്സുകളാണുള്ളത്. അതിൽ 3200 എണ്ണം ഓർഡിനറിയാണ്. സർവീസ് നയിക്കുന്ന 4700 ബസ്സുകളിൽ 2700-ന് താഴെയാണ് ഓർഡിനറി ബസ്സുകൾ. സിറ്റി ഫാസ്റ്റ് എന്ന പേരിൽ ഓടുന്ന ബസ്സുകളിൽ സൗജന്യം നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഓർഡിനറി ബസ്സുകളിൽ 50%-ലേറെയും സ്ത്രീ യാത്രക്കാരാണ്. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയാണ് നഷ്ടമുണ്ടാകുക. സിറ്റി ഫാസ്റ്റിലും ഓർഡിനറിയിലും അനുവദിച്ചാൽ 65 കോടി രൂപയും. ഓർഡിനറി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലാണ് അനുവദിക്കുന്നതെങ്കിൽ 90 കോടി രൂപയാകും വരുമാന നഷ്ടമുണ്ടാകുക.
മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടിയാകും നഷ്ടമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. സൗജന്യം നടപ്പിലാക്കുമ്പോൾ സ്ത്രീ യാത്രക്കാർ 60% KSRTC മാനേജ്മെന്റ് കണക്കാക്കുന്നത്. നഷ്ടം പരിഹരിക്കാൻ സാധിക്കുന്ന സാമ്പത്തിക പാക്കേജ് KSRTCക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് മാനേജ്മെന്റ്. സൗജന്യ യാത്ര സംബന്ധിച്ച ചർച്ചകൾക്കായി ഗതാഗത മന്ത്രി CP ജോൺ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനം. ന്യൂസ് ഡെസ്ക്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ഇതേസമയം അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, ലക്ഷദ്വീപ് പ്രദേശം, അതിനോട് ചേർന്ന മാലദ്വീപ് പ്രദേശം, തെക്ക് കിഴക്കൻ അറബിക്കടൽ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 23, 24 തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇതേസമയം സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. ആലപ്പുഴ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. മഴക്കാല ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. NGO യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ജില്ലാ ട്രഷറിക്ക് മുന്നിലെ മരച്ചുവട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാണ് NGO യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി മഴക്കാല ശുചീകരണ യജ്ഞം ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ശുചീകരണങ്ങൾ ഏറ്റെടുത്ത് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ നടന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നും ഇപ്പോൾ അത്തരം കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അരുൺ ബാബു പറഞ്ഞു. ഇത്തരം പകർച്ചവ്യാധികളെ എല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉള്ള മുൻകരുതൽ പ്രവർത്തനങ്ങൾ, മുൻകൈ പ്രവർത്തനം എല്ലാവരാലും ചേർന്ന് സംഘടിപ്പിക്കുന്നതാണ്. ഇവിടെ ഐസാവ് പറഞ്ഞതുപോലെ അത്തരത്തിലൊരു പ്രവർത്തനം ഈ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം, സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനം, നാട്ടിലുള്ള ആളുകളെ ആകെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടി കഴിയുന്നില്ല. മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ മഴക്കാലത്തിന് മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടക്കുന്നത് ഉൾപ്പെടെയുള്ള നാട്ടിലെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് ഘട്ടങ്ങളിലും ഒരു വാക്കുണ്ടായിരുന്നു. കേരളം കേട്ട ഏറ്റവും മനോഹരമായ ഒരു വാക്ക്, നമ്മൾ ഒരുമിച്ചിറങ്ങുകയല്ലേ എന്നൊരു വാക്ക്. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി VR അജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MM നിസാമുദ്ദീൻ, അഖിൽ കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ്. ദേശീയപാത നിർമ്മാണം നിലച്ചതും ദീർഘവീക്ഷണമില്ലായ്മയുമാണ് ഓച്ചിറ നിലവിൽ നേരിടുന്ന പ്രതിസന്ധി. കൊല്ലം, ആലപ്പുഴ ജില്ലകളെ വേർതിരിക്കുന്ന ഓച്ചിറ ഏറെ വികസന സാധ്യതയുള്ള പ്രദേശമാണ്. ഓച്ചിറയെ കീറി മുറിച്ച് കടന്നുപോകുന്ന ദേശീയപാതയുടെ നവീകരണമാണ് ഇപ്പോൾ ഓച്ചിറയെ ദുരിതമുഖത്തേക്ക് തള്ളിവിടുന്നത്. നിലവിൽ നിർമ്മാണം നിലച്ചത് സാധാരണക്കാരെ ഉൾപ്പെടെ സാരമായി ബാധിക്കുന്ന സ്ഥിതിയാണ്. ഓച്ചിറയിലെ ഒരു ശാപമായി മാറിയിരിക്കുന്ന ഈ ഹൈവേയുടെ പണി വർഷങ്ങളായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 5 വർഷത്തെ മേലെയായി നമ്മുടെ ബൈപ്പാസ് റോഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ഓച്ചിറയിലെ ടൗണിലെ തിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു റോഡായിരുന്നു ബൈപ്പാസ് എന്ന് പറയുന്നത്. അത് പുതിയ ഹൈവേക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 5 വർഷം കൊണ്ട്, ഏതാണ്ട് ഇപ്പം 2 വർഷം കൊണ്ട് എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടികളും, അതായത് എറണാകുളം പോകുന്നതായാലും തിരുവനന്തപുരം പോകുന്നതായാലും സർവ്വ വണ്ടികളും വരുന്നത് നമ്മുടെ ബൈപ്പാസ്, അതായത് നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡിൽ കൂടാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സമയത്തിലാണ് ഇപ്പോൾ. പള്ളിയിലേക്കും അമ്പലങ്ങളിലേക്കും മറ്റുള്ള മാർക്കറ്റിലേക്കും പോകാനുള്ള ആകപ്പാടുള്ള റോഡിനകത്ത് എല്ലാ വണ്ടികളും വന്ന് എന്നും വാഹനക്കുരുക്കുകളും അപകടങ്ങളും ആണ്.
സാംസ്കാരികവും ചരിത്രപരവുമായി ഏറെ പ്രാധാന്യമുള്ള ഭൂമികയാണ് ഓച്ചിറ. ദേശീയപാത വികസനം ഓച്ചിറയുടെ വികസനത്തിന് ഏറെ മുതൽക്കൂട്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. മണ്ണിട്ടുയർത്തി നിർമ്മിക്കുന്ന ഉയരപ്പാതയുടെ നിർമ്മാണം പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ രൂപം കൊണ്ടു. സമരങ്ങൾ ഏറെ നടന്നു. നിലവിൽ സമാന്തര പാതകൾ ഉണ്ടായിട്ടും ഗതാഗതം തിരിച്ചുവിടാതെ നിർമ്മാണ കമ്പനി യാത്രക്കാരെയും നാട്ടുകാരെയും വെല്ലുവിളിക്കുന്നു. ടൗൺ എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേയുടെ പുതിയ പണിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ഓച്ചിറ പഞ്ചായത്ത് നിവാസികളാണ്. കാരണം നമുക്ക് ഈ ഓച്ചിറ പഞ്ചായത്തിലെ പുതിയ ഹൈവേ പോകുന്ന സ്ഥലം, അവിടെ 2 അപ്രോച്ച് റോഡുകളുണ്ട്. അതിന്റെ പണി പൂർത്തീകരിച്ച് അതുവഴി ഗതാഗതം തിരിച്ചുവിട്ടായിരുന്നുവെങ്കിൽ ഈ ഗതാഗത കുരുക്കിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ തീർത്തും ഒരു നിഷേധാത്മകമായ നിലപാടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ ഇതിന്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള വിശ്വസനീയതയും ഈ സമൂഹത്തോട് കാണിക്കുന്നത്. അതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കവേ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെട്ടു. വെള്ളക്കെട്ട് ജനങ്ങളെ ബാധിക്കുന്ന സ്ഥിതി. വീണ്ടും പ്രതിഷേധമുയർന്നു. ദേശീയപാത നിർമ്മാണം പൂർണ്ണമായി നിലച്ചു. സർവീസ് റോഡുകൾ നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കാൻ കമ്പനി തയ്യാറായില്ല. എല്ലാ വാഹനങ്ങളും പഴയ ദേശീയപാത വഴി കടന്നുപോകാൻ തുടങ്ങിയതോടെ ഓച്ചിറയ്ക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ വീർപ്പുമുട്ടുന്നു. ഓച്ചിറ വളരെ പുരാതനമായ ക്ഷേത്രമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ധാരാളം ഉത്സവങ്ങളുള്ള ഒരു നാടാണ്. ഈ ഓച്ചിറയിലെ ഗതാഗത പ്രശ്നങ്ങളും അതുപോലെ ഭക്തജനങ്ങൾക്ക് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നതിനും സൗകര്യമൊരുക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓച്ചിറയിൽ മണ്ണിട്ടുയർത്തിയ സംവിധാനമല്ല ദേശീയപാതയിൽ വേണ്ടത്, പില്ലർ എലിവേറ്റഡ് ഹൈവേ ആണ്. അങ്ങനെയാകുമ്പോൾ അനേക വർഷങ്ങളായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും വിശാലമായി ഈ പാലത്തിന്റെ താഴ്ഭാഗം യാത്ര ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ള കരുതലോടുകൂടിയാണ് ഞങ്ങൾ ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. പക്ഷേ സമരം ചെയ്യുന്നതിനൊപ്പം ഞങ്ങൾ ഈ വിഷയങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതുപോലെ കേരള മുഖ്യമന്ത്രിക്കും മറ്റെല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളെ അറിയിച്ചിട്ട് പോലും നാളിതുവരെയായിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അടുത്ത 3 മാസം കഴിയുമ്പോൾ ഓച്ചിറയിലെ പ്രധാന ഉത്സവമായ ഓച്ചിറക്കളി വരികയാണ്. ഈ ഓച്ചിറക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാദേശത്തു നിന്നും കരക്കാർ ഈ ഉത്സവ നഗരിയിലേക്ക് എത്തിച്ചേരുകയാണ്. എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ഇവിടെ വലിയ ജനനിബിഡമായിട്ട് മാറും. ഇപ്പോൾ തന്നെ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. കിഴക്കൻ നാടുകളിൽ നിന്നുള്ള വെള്ളക്കെട്ട് ഓച്ചിറ രൂക്ഷമായി വരുന്ന ഈ സമയത്ത് തന്നെയാണ് ഈ ഓച്ചിറക്കളി ഇവിടെ നടക്കുന്നത്. ഈ ഓച്ചിറക്കളി സമയത്ത് വരുന്ന ജനങ്ങൾക്ക് സ്വര്യമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ഗതാഗത പ്രശ്നങ്ങളില്ലാതെ ക്ഷേത്രത്തിലേക്ക് വരാനോ യാതൊരു മാർഗവുമില്ല. നിർമ്മാണം ഇനിയും വൈകാനാണ് സാധ്യത. നിർമ്മാണം എന്ന് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ നിർമ്മാണ കമ്പനി കൈമലർത്തുന്നു. ഇതാകട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഉൾപ്പെടെ ബാധിക്കുന്നു. ബൈപ്പാസ് വഴി പോയിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ വണ്ടികള്, ഈ ഓടപണി കാരണം അതും ആ വണ്ടികൾക്കും പോകാൻ പറ്റുന്നില്ല. അതും നമ്മുടെ ഓച്ചിറ ടൗണിൽ കൂടെയാണ് പോകുന്നത്. അത് വളരെ വലിയൊരു ഗതാഗത കുരുക്കും അതോടൊപ്പം തന്നെ വലിയ അപകടങ്ങളും ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു പ്രീമിയർ ജംഗ്ഷന് ചൂനാട് റോഡിലോട്ട് പോകുന്ന അവിടെ ഒരു അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അണ്ടർപാസിൽ ഒരു മഴ മാനത്ത് കണ്ട അവിടെ വെള്ളക്കെട്ടാണ്. പാതി വഴിയിൽ നിർമ്മാണം നിലച്ചതോടെ ഇനി എന്തെന്ന ചോദ്യവും ബാക്കി. പില്ലർ എലിവേറ്റഡ് ഹൈവേക്കായുള്ള കാത്തിരിപ്പിന് ഒടുക്കമുണ്ടാകുമോ എന്ന ചോദ്യവും ബാക്കി. ഉയരപ്പാത മൺതിട്ടയിൽ ഉയർന്നാൽ ഓച്ചിറയ്ക്ക് പ്രതിസന്ധി മാത്രമേ ഉണ്ടാകൂ. ഉണ്ടാക്കാമെന്നും പറയും പല വ്യക്തികളും വന്നിട്ട് പോലും നമ്മുടെ ഈ റോഡിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ കഴിയുന്നില്ല. അതുപോലെ ഈ അടുത്ത സമയത്ത് കല്ലുമുക്കിനുള്ള ഒരു മേശരി വന്ന് ഈ ഓടയിൽ വീണ് 4-5 ദിവസത്തോളം കിടന്നിട്ട് പോലും ഓച്ചിറ പോലീസിനായാലും അല്ലാത്ത പോലീസുകാർക്കായാലും നാട്ടുകാർക്കായാലും കണ്ടെത്താനൊക്കാത്ത ഓടയിൽ കിടന്ന ഒരു മൃതദേഹം ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു ഭാഗത്തോട്ടൊന്ന് കടക്കണമെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണ്ടിവരും. കാരണം ഈ ഹൈവേയുടെ റോഡ് ഇത്രയും വൃത്തിഹീനമായി കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു യാത്രക്കാർക്കും അമ്പലത്തിൽ വരുന്നവരായാലും പള്ളിയിൽ വരുന്നവരായാലും ഈ ഓച്ചിറ ടൗണിലോട്ട് എന്തെങ്കിലും സാധനം വാങ്ങാമായിരുന്നവർക്കായാലും വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ രൂപം കൊള്ളൽ നിർമ്മാണം നിലയ്ക്കാൻ കാരണമാണോ എന്ന ആശങ്കയും ഒരു കൂട്ടർ ഉയർത്തുന്നുണ്ട്. നിർമ്മാണം വേഗം പുനരാരംഭിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കാരണം യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ആവശ്യകതയ്ക്കും മീതെയല്ല ഒരു ഉയരപ്പാതയും കെട്ടി ഉയർത്തേണ്ടത്. നമ്മളെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ റോഡ് സംബന്ധമായിട്ട്, അതായത് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്
കുറെ കാലമായി ഓച്ചിറയും ഓച്ചിറയുടെ പരിസരവും ആ പണികൾ സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അടിപ്പാത നിർമ്മാണവുമായി കുറെ ആൾക്കാർ ജനങ്ങൾ കൂടി എല്ലാം അപേക്ഷയും കാര്യങ്ങളും ഒക്കെ കൊടുത്തെങ്കിലും അതും പണിക്ക് വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനുപരി ഓച്ചിറ അപ്പുറത്തെ ഹൈവേ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഓച്ചിറ ടൗൺ കേന്ദ്രീകരിച്ച് റോഡ് വളരെ ബ്ലോക്കായ അവസ്ഥയിലും അപകടങ്ങൾ കൂടി വരുന്ന ഒരവസ്ഥയിലും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം പ്രഹസനമായെന്ന് BJP ആരോപിച്ചു. അഷ്ടമുടിക്കായലിന്റെ മലിനീകരണം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ ചോദ്യങ്ങൾ കേൾക്കാൻ പോലും കളക്ടർ തയ്യാറായില്ല. കോർപ്പറേഷൻ മേയർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തടസ്സപ്പെടുത്തിയെന്നും BJP കൗൺസിലർമാർ ആരോപിച്ചു. PMAY പദ്ധതിയിൽ വീടുകൾ അനുവദിക്കുന്നില്ലെന്നും വട്ടക്കായലിന് അനുവദിച്ച തുക വകമാറ്റി ചെലവഴിച്ചെന്നും BJP കൗൺസിലർമാർ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൊല്ലം ജില്ലയിലെ നഗരസഭാ ചെയർമാൻമാരുടെയും കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് പ്രഹസനമായി മാറിയതെന്ന് BJP ആരോപിച്ചു. ആമുഖ പ്രസംഗങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ ജില്ലാ കളക്ടറും കോർപ്പറേഷൻ മേയർ, സെക്രട്ടറി, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഹാൾ വിട്ടിറങ്ങുകയായിരുന്നു. ഖരമാലിന്യ സംസ്കരണത്തിന്റെ അപാകതകളിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ എഴുന്നേറ്റ BJP പാർലമെന്ററി പാർട്ടി ലീഡർ TG ഗിരീഷിനെ മേയർ ഇടപെട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ജില്ലാ കളക്ടറോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് കളക്ടറോട് നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും മേയർ തന്നെ ഇടപെട്ട് തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്നും BJP നേതാക്കൾ ആരോപിച്ചു. അഷ്ടമുടിക്കായൽ ഉൾപ്പെടെ ജില്ലയിൽ മലിനീകരണം നേരിടുകയാണ്. ജില്ലാ ആശുപത്രിയിലെ ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ അഷ്ടമുടിക്കായലിലേക്ക് തള്ളുന്ന സാഹചര്യമാണുള്ളത്. സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളും മാലിന്യം കായലിലേക്ക് തള്ളുന്നു. ഇക്കാര്യത്തിൽ ചുമതലപ്പെട്ട ജില്ലാ കളക്ടർ യാതൊരു നടപടിയും സ്വീകരിക്കുകയോ നോട്ടീസ് നൽകാൻ പോലും തയ്യാറാകുന്നില്ലെന്നുമാണ് BJP കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടുന്നത്. അടിയന്തര മീറ്റിംഗ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷത വിളിക്കുകയുണ്ടായി. അത് വിളിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 5/5/2026 ഈ മാസം 5-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കരമാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. അതുപ്രകാരം നമ്മുടെ ജില്ലാ കളക്ടർക്കാണ് ഇതിന്റെ പൂർണ്ണ ചുമതല. മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയുടെ മുഴുവൻ ചുമതലയും ജില്ലാ കളക്ടർമാർക്കാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഇത്തരത്തിൽ പരവൂർ, കരുനാഗപ്പള്ളി, അതോടൊപ്പം തന്നെ നമ്മുടെ പുനലൂർ, അതോടൊപ്പം തന്നെ കൊട്ടാരക്കര നഗരസഭ മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷൻ, ഇവയെല്ലാവരും കൂടെ ചേർത്ത് അതിന്റെ ചെയർമാൻമാര്, കൊല്ലം കോർപ്പറേഷനിലെ മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, വിവിധ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കൂടെ പങ്കെടുത്ത ഒരു യോഗമാണ് നടന്നത്. ആ യോഗത്തിൽ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് അതിന്റെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈനിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്രത്തോളം ഗൗരവമായിട്ട് കാണണമെന്നുള്ളത്. പക്ഷേ ജില്ലാ കളക്ടർ വന്നു, യോഗം തുടങ്ങി ഉദ്ഘാടന ശേഷം പോലെ ഇത്തരത്തിൽ പതിവ് രീതിയിൽ സംസാര രീതികളെല്ലാം നടത്തിയതിനു ശേഷം ജില്ലാ കളക്ടർ അവിടെ നിന്ന് പോയി. ജില്ലാ കളക്ടർ പോകുന്നതിന് മുമ്പ് ഞാനൊരു ആവശ്യം ഉന്നയിച്ചു. നമ്മുടെ നഗരത്തിലെ പ്രധാനപ്പെട്ട മാലിന്യ സംസ്കരണത്തിലുള്ള അപാകതകളെ കുറിച്ച് ജില്ലാ കളക്ടറോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്നുള്ള ആവശ്യത്തോടു കൂടി ഞാൻ എഴുന്നേൽക്കുകയും അഷ്ടമുടിക്കായലിനെ മലിനപ്പെടുത്തുന്ന കൈവഴികൾ അടയ്ക്കണം, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവുകളും നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തുന്ന നടപടി അവസാനിപ്പിക്കണം, നഗരസഭയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആകമാനം പാളിപ്പോയെന്നും BJP കൗൺസിലർമാർ ആരോപിച്ചു. ഞാങ്കടവ് പദ്ധതി 10 വർഷമായിട്ട് നടപ്പിലാവാത്തതിന് കാരണം പദ്ധതിക്ക് കൃത്യമായ രൂപരേഖയോ DPRO തയ്യാറാക്കാത്തത് മൂലമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. കിളികൊല്ലൂർ, അഞ്ചാലുമൂട് പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടണമെങ്കിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ഗതികേടാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ഞാങ്കടവിൽ സംഭവിച്ചത് ചിന്നക്കട അടിപ്പാതയുടെ കാര്യത്തിൽ സംഭവിക്കാതെ ജനങ്ങൾ ജാഗരൂകരാകേണ്ടതുണ്ട്. UDF LDF കൂട്ടുകക്ഷി ഭരണമാണ് കോർപ്പറേഷനിൽ നടക്കുന്നുവെന്നും ഇവർ ആരോപിച്ചു. കളക്ടറേറ്റിന് സമീപം കച്ചേരിക്കുളം ആമയിരഞ്ചാൻ തോടിന് സമമാണെന്നും 90 ലക്ഷത്തിലധികം രൂപ അനുവദിച്ചിട്ടും തുക പാഴാക്കിയതായും സമീപത്ത് താമസിക്കുന്നവർക്ക് CRZ ബാധകമല്ലെന്ന് ഉത്തരവുണ്ടായിട്ടും PMAY പദ്ധതി പ്രകാരം വീടുകൾ അനുവദിക്കുന്നില്ലെന്നും തേവള്ളി മാർക്കറ്റിൽ ഉൾപ്പെടെ അനധികൃത കശാപ്പുകൾ നടക്കുകയാണെന്നും കൗൺസിലർ B ശൈലജയും പറഞ്ഞു. വട്ടക്കായലിന് അനുവദിച്ച പണം വകമാറ്റി മറ്റിടങ്ങളിലേക്ക് ചെലവഴിച്ചു. ഇതുമൂലം വട്ടക്കായൽ സംരക്ഷണം പാതി വഴിയിലാണ്. കൊല്ലം തോട് ഭിത്തികെട്ടി സംരക്ഷിക്കാത്തതിനാൽ വാഹനങ്ങൾ താഴെ വീഴുന്നത് പതിവാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. BJP പാർലമെന്ററി പാർട്ടി ലീഡർ TG ഗിരീഷ്, കൗൺസിലർമാരായ B ശൈലജ, ദീപിക പ്രമോദ്, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അഭിലാഷ് TR, പ്രവീൺ കുമാർ, സന്ധ്യ സജീവ, ഡെസ്റ്റിമോണ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കുവാൻ പ്രാപ്തി കാണിച്ചതിലൂടെ ഗ്രാമീണ ഇന്ത്യയിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു രാജീവ് ഗാന്ധി എന്ന് കൊല്ലം DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്.
മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണമാണ് കൊല്ലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചത്. DCC പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ ഇന്ത്യയിൽ മാറ്റത്തിന്റെ കാറ്റുവിതച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു രാജീവ് ഗാന്ധി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മഹാത്മാഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും പിന്തുടർന്നാണ് രാജീവ് ഗാന്ധിയും നമ്മളെ വിട്ടുപിരിഞ്ഞത്. മറ്റു രണ്ടെണ്ണവും കൊലപാതകങ്ങൾ തന്നെയായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം ഇന്നത്തേതല്ല, നമുക്കൊരു സംശയമില്ല. വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്ന, ശാസ്ത്രലോകത്തോട് വലിയ പ്രതിബദ്ധതയുണ്ടായിരുന്ന, അപഗാഢമായ പരിജ്ഞാനമുണ്ടായിരുന്ന നേതാവായിരുന്നു രാജീവ് ഗാന്ധി. ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അധികാര വികേന്ദ്രീകരണം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. സ്വാതന്ത്ര്യം നേടി ഇത്ര വർഷമായിട്ടും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് അധികാരം കൈമാറാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. ഗാന്ധിജി വിഭാവന ചെയ്ത ഗ്രാമസ്വരാജ് ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അധികാര വികേന്ദ്രീകരണത്തിന് ആവശ്യമായ അടിത്തറ പാകിയത്. DCC വൈസ് പ്രസിഡന്റ് S. വിപിനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവി, G. ജയപ്രകാശ്, സേതുനാഥപിള്ള, R. രമണൻ, S. ശ്രീകുമാർ, കുഴിയം ശ്രീകുമാർ, വാളത്തുങ്കൽ രാജഗോപാൽ, ഡോക്ടർ ഉദയാസുകുമാരൻ, VS ജോൺസൺ, ഷേണായി, B. ശങ്കരനാരായണപിള്ള, കോതേത്ത് ഭാസുരൻ, ഹബീബ് സേട്ട്, ഉദയ തുളസീധരൻ, അമൃതത്ത, സൈനുലാബുദ്ദീൻ, മാത്യൂസ്, സിദ്ധാർത്ഥനാശാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രക്താർബുദം ബാധിച്ച 10 വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു. കായംകുളം കൃഷ്ണപുരം കാപ്പിൽമേക്ക് 18-ാം വാർഡിൽ സനോജ് കുമാർ, അജിമോൾ ദമ്പതികളുടെ മകൻ അർണവ് S. കുമാറാണ് ചികിത്സാ സഹായം തേടുന്നത്. രോഗത്തെ തുടർന്ന് സംസാരിക്കുവാൻ പോലും ബുദ്ധിമുട്ടാണ്. കൂലിപ്പണിക്കാരനായ സനോജ് കുമാറിന് മകന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ കഴിയുന്നില്ല. 70 ലക്ഷം രൂപയോളം വേണ്ടിവരുന്ന സാഹചര്യത്തിലാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ചികിത്സയ്ക്കായി സനോജ് കുമാറിന്റെ പേരിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഓച്ചിറ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. വനത്തിനുള്ളിൽ ഫലവൃക്ഷങ്ങളെ വളർത്താൻ സീഡ് ബോളുകൾ തയ്യാറാകുന്നു. വന്യജീവി ആക്രമണ ലഘൂകരണം ലക്ഷ്യമിട്ട് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. നമുക്ക് വേണ്ടി മണ്ണിനു വേണ്ടി ക്യാമ്പയിന്റെ ഭാഗമായാണ് ജൈവ വൈവിധ്യ ദിനാചരണത്തോടനുബന്ധിച്ച് സീഡ് ബോളുകൾ തയ്യാറാക്കുന്നത്. വനത്തിനുള്ളിൽ ഫലവൃക്ഷങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സീഡ് ബോളുകൾ തയ്യാറാക്കുന്നത്. വന്യജീവി ആക്രമണ ലഘൂകരണം ലക്ഷ്യമിട്ട് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റേതാണ് പദ്ധതി. നമുക്ക് വേണ്ടി മണ്ണിനു വേണ്ടി ക്യാമ്പയിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ ദിനാചരണത്തോടനുബന്ധിച്ചാണ് സീഡ് ബോളുകൾ തയ്യാറാക്കിയത്. ചക്ക, മാങ്ങ, ഞാവൽ, കശുവണ്ടി, ചാമ്പ, സീതപ്പഴം എന്നിവയുടെ വിത്തുകളാണ് സീഡ് ബോൾ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. 2 ചട്ടി മണ്ണിന് 1 ചട്ടി ചാണകം എന്ന അനുപാതത്തിൽ കുഴച്ചെടുത്ത വിത്തുകൾ വെച്ച് ഉരുട്ടിയെടുത്ത് ഉണക്കിയെടുത്താണ് സീഡ് ബോളുകൾ തയ്യാറാക്കിയത്. ഇത്തരത്തിലുള്ള സീഡ് ബോളുകൾ വനത്തിൽ നിക്ഷേപിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടെ ഫലവൃക്ഷങ്ങൾ കാട്ടിലുണ്ടാകുന്നതോടുകൂടി തീറ്റ തേടി നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. രാജ്യാന്തര ജൈവ വൈവിധ്യ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും സബർമതി ഗ്രന്ഥശാലയും കിംസ് ഹെൽത്ത് CSR ട്രീ ആംബുലൻസും സംയുക്തമായി വിത്തുണ്ടകൾ നിർമ്മിക്കുകയാണ്. സീഡ് ബോളുകൾ. നമ്മുടെ നമുക്ക് വേണ്ടി മണ്ണിനു വേണ്ടി എന്ന് പറയുന്ന ക്യാമ്പയിൻ കഴിഞ്ഞ 15 വർഷമായി സംസ്ഥാനത്തുടനീളം നടന്നു വരുന്നു. ജൂൺ മാസത്തിൽ നടക്കുന്ന മഴയാത്രയുടെ ഭാഗമായി റാണിപുരം വനനിരകളിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിത്തുണ്ടകളാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ ഒരു പ്രവർത്തനം തുടർന്നു. ആ ഒരു വിത്തുണ്ടകൾ നിക്ഷേപിക്കുന്നത് വഴി ഫലവൃക്ഷങ്ങളുടെ വിത്തുകളാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. മാവ്, പ്ലാവ്, അതുപോലെ ചക്ക ഉണ്ടാകുന്നതിനുള്ള പ്ലാവ്, അതുപോലെ ഞാവൽ പഴം, ചാമ്പ തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ വിത്തുകളാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കാട്ടാനകൾ അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന അത് തടയുന്നതിന് വേണ്ടി, അവർക്ക് കാട്ടിൽ തന്നെ ഭക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇതിനെല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിഷ ഉദ്ഘാടനം ചെയ്തു. സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി VR ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല ഭാരവാഹികളായ അഭിജിത്ത് കണ്ണൻ, കൃഷ്ണകുമാർ, വിഷ്ണു, നയൻതാര, നമൻ, ബിന്ദു വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. VHSC പ്രിൻസിപ്പൽ ഫോറത്തിന്റെ സംസ്ഥാന സമ്മേളനവും വാർഷിക പൊതുയോഗവും 24-ന് നടക്കും. NK പ്രേമചന്ദ്രൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. VHSC പ്രിൻസിപ്പൽ ഫോറത്തിന്റെ 5ാമത് സംസ്ഥാന സമ്മേളനമാണ് ഞായറാഴ്ച രാവിലെ
നടക്കുന്നത്. NK പ്രേമചന്ദ്രൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യാത്രയയപ്പ് സമ്മേളനം കൊല്ലം മേയർ AK ഹാഫീസ് ഉദ്ഘാടനം ചെയ്യും. വിഷ്ണു മോഹൻ MLA മുഖ്യപ്രഭാഷണം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഒരു പ്രിൻസിപ്പൽ ഫോറത്തിന്റെ സംസ്ഥാന സമ്മേളനം പള്ളിമുക്ക് അൽ ഹയാത്ത് റെസ്റ്റോറന്റിൽ വെച്ച് ഈ മാസം 24-ാം തീയതി ഞായറാഴ്ച ബഹുമാനപ്പെട്ട MP NK പ്രേമചന്ദ്രൻ അവറുകൾ ഉദ്ഘാടനം ചെയ്യും. തദവസരത്തില് മുഖ്യ പ്രഭാഷണം ബഹുമാനപ്പെട്ട MLA ശ്രീ വിഷ്ണു മോഹൻ അവറുകൾ നിർവഹിക്കും. മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പങ്കെടുക്കും. കൂടാതെ ഈ വർഷം VHSയിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ സുഹൃത്തുക്കൾക്ക് യാത്രയയപ്പും നൽകും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ മേഖലയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. എന്നിരുന്നാലും ഇന്നും പരിഹരിക്കപ്പെടാത്ത ഏറെ വിഷയങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സമൂഹം ഫേസ് ചെയ്യുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് M ഹാരിസ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മകുമാർ S സ്വാഗതം പറയും. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രേംരാജ് AR നന്ദി പറയും. വരവ് ചെലവ് കണക്കുകളും റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ സിന്ധു പ്രഭാകർ അവതരിപ്പിക്കും. VHSC പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ലിസി ജോസഫ്, VHSC റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉബൈദുള്ള M, VHSC അസിസ്റ്റന്റ് ഡയറക്ടർ സജി സുരേന്ദ്രൻ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളാകും. എല്ലാ ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൽമാർക്കും എയ്ഡഡ് സ്കൂളിലെ പ്രിൻസിപ്പൽമാർക്കും സറണ്ടർ ആനുകൂല്യം അനുവദിച്ചു നൽകണമെന്ന് പ്രിൻസിപ്പൽ ഫോറം ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഹാരിസ് M, സംസ്ഥാന ട്രഷറർ സിന്ധു പ്രഭാകർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മകുമാർ S, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രേംരാജ് AR എന്നിവർ പങ്കെടുത്തു. ഒരു പൊതുജീവനിൽ കൊണ്ടുവരിക എന്നുള്ളത് കൂടി വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച തൊഴിൽ വിദ്യാഭ്യാസ പദ്ധതി കേന്ദ്ര സർക്കാരിനെ അടിസ്ഥാനപ്പെടുത്തി നടത്തി വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ അത് ആകർഷകമല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അത് എങ്ങനെ പുതിയ തലമുറയ്ക്ക് ഉതകുന്ന രീതിയിൽ നൂതനമായ കോഴ്സുകൾ ഉൾപ്പെടുത്തി സമൂഹത്തിന് ആകർഷകമാക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മുൻകാലങ്ങളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കിട്ടുകയും ഒരുപാട് വിദ്യാർത്ഥികൾ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ആയിട്ടും അതേപോലെ തന്നെ വെറ്റിനറി കോഴ്സ് കഴിഞ്ഞ് വെറ്റിനറി അസിസ്റ്റന്റ് ആയിട്ടും പോവുകയുണ്ടായി. ആ കോഴ്സുകൾക്കെല്ലാം അന്ന് PSC അംഗീകാരം ഉണ്ടായിരുന്നു. പുതിയ രീതിയിലുള്ള സംവിധാനം വന്നതിന് ശേഷം കുറെ നൂതന കോഴ്സുകളൊക്കെ നമ്മുടെ നാഷണൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൽ നിന്ന് എടുത്ത് സർക്കാർ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. 101 വോട്ടുകൾക്കാണ് തിരുവഞ്ചൂർ തിരഞ്ഞെടുക്കപ്പെട്ടത്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 സ്ഥാനാർത്ഥികൾ സ്പീക്കർ തിരഞ്ഞെടുത്തു. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര. വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി ഓച്ചിറ. ദേശീയപാത നിർമ്മാണം നിലച്ചതും ദീർഘവീക്ഷണമില്ലായ്മയുമാണ് പ്രതിസന്ധിക്ക് കാരണം. സർവീസ് റോഡുകൾ പൂർത്തീകരിക്കണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.